2024 ജൂലൈ മാസം 30-ാം തീയതിയാണ് കേരളത്തെ ഞെട്ടിച്ച, ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച ഒരു പ്രകൃതി ദുരന്തം നമുക്ക് സംഭവിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്രത്തോളം വലിയ പ്രകൃതിക്ഷോഭം ഏറ്റുവാങ്ങിയതിൻ്റെ ഓർമ്മകൾ പോലും നമുക്കുണ്ടാവില്ല. അത് സംഭവിക്കുന്നത് രാവിലെ 1:15 ഏറ്റവും ആദ്യത്തെ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് പുഞ്ചിരിമട്ടത്ത്. അതിനുശേഷം 4:30 അടുത്ത ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായപ്പോൾ 400-ിലധികം വരുന്ന കുടുംബങ്ങൾ അങ്ങനെ തന്നെ ഒലിച്ചു പോവുകയും 2 വാർഡുകൾ, യഥാർത്ഥത്തിൽ മേപ്പാടി പഞ്ചായത്തിലെ ഗ്രാമത്തിലെ 2 വാർഡുകൾ അങ്ങനെ തന്നെ ഇല്ലാതാവുകയും ചെയ്തു എന്നുള്ളത് ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കണ്ടത്. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ചകളിൽ ഓരോന്നും ദുഃഖം, ഈ പറയുന്ന പോലെ മനസാക്ഷിയുള്ള ആരെയും മരവിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ദുഃഖം മരവിച്ച് കിടക്കുന്ന കാഴ്ചകളായിരുന്നു. കാരണം സ്വന്തം വീട് സ്ഥലവും പുതിയതായി പണിതവർ, അല്ലെങ്കിൽ സ്വന്തം മകളുടെ കല്യാണം നടത്താനായി സ്വർണം സ്വരുക്കൂട്ടി വെച്ചവർ, ഇതെല്ലാം തന്നെ ഒരു ദിവസം പ്രകൃതിക്ഷോഭത്താൽ അങ്ങോട്ട് ഒലിച്ചു പോവുകയും സ്വന്തം സ്ഥലം എവിടെ, വീടെവിടെ, ബന്ധുക്കൾ എവിടെ എന്ന് പോലും അറിയാതെ ആളുകളൊക്കെ തന്നെ തെരഞ്ഞു നടക്കുകയും ആ തെരഞ്ഞു നടക്കുന്ന ആളുകളിൽ ഓരോരുത്തരെയും കിട്ടുമ്പോൾ അവർക്ക് ജീവനുണ്ടോ എന്ന് നോക്കുകയും ആ ജീവനില്ലെങ്കിൽ അത് ഞങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളാണോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഈ പറയുന്ന പോലെ ഓരോ കണ്ണുകൾ പരിഭ്രാന്തിയോടുകൂടി നോക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടു. ആ ദൃശ്യങ്ങളിൽ നമ്മളെ ഏറ്റവും പിടിച്ചു കുലുക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതകഥയായിരുന്നു. ആ പെൺകുട്ടിയുടെ കുടുംബത്തിലെ എല്ലാവരും തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ആ പെൺകുട്ടി മാത്രം ഒറ്റക്കായി പോവുകയും ചെയ്തു. ആ ഒറ്റക്കായി പോയപ്പോൾ പെൺകുട്ടിയുടെ കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഒരാളുമായിട്ട്. അദ്ദേഹം വീണ്ടും ആ കല്യാണം നടത്തുന്നതിന് പിന്മാറിയില്ല, അവർ ആ കല്യാണം നടത്താൻ തീരുമാനിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമായിരുന്നു. ആ പെൺകുട്ടി ഈ പറയുന്ന പോലെ നിരാലംബയായി പോയെങ്കിലും ഈ കല്യാണം നടത്താനുള്ള ഒരു പയ്യൻ കൈത്താങ്ങായി വന്നതുകൊണ്ട് അത് പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു യാത്ര പോയപ്പോൾ ആ യാത്രയിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റിൽ ഈ ശ്രുതിയുടെ പ്രതിശ്രുത വരം കൂടി മരണപ്പെട്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ആ പെൺകുട്ടി അടക്കമുള്ള നിരവധി ആളുകൾ യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ പ്രൊജക്റ്റിൽ വീടുകൾ നൽകാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് ആ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറി. കാരണം അവരെല്ലാവരും വിചാരിച്ചത് ഈ 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടും, കൂടാതെ കോൺഗ്രസ് വെച്ചു കൊടുക്കാൻ പോകുന്ന, മുസ്ലിം ലീഗ് വെച്ചു കൊടുക്കാൻ പോകുന്ന വീടുകളിൽ ഏതെങ്കിലും ഞങ്ങൾക്ക് കിട്ടും, അപ്പൊ ഞങ്ങൾക്ക് എന്തുകൊണ്ടും ഈ പറയുന്ന പോലെ കുറച്ചും കൂടി ഗുണം അതാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ശ്രുതി അടക്കമുള്ള ആളുകൾ പോയത്. ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഓഫർ കൂടി കിട്ടിയിരുന്നു. അത് ടി സിദ്ദിഖിന്റെ പരിചയക്കാരായിട്ടുള്ള ചില ആളുകൾ സ്പോൺസർഷിപ്പിൽ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞൊരു വീടായിരുന്നു. ആ വീടെന്ന് പറയുന്നത് 13 സെന്റ് സ്ഥലത്ത് ഏതാണ്ട് 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ല സുന്ദരമായിട്ടുള്ള ഒരു വീട് വെച്ചു കൊടുക്കാമെന്ന് പറയുകയും അതിനുവേണ്ടി സ്ഥലം മേടിക്കുകയും അവർ രജിസ്റ്റർ ചെയ്യുകയും വളരെ ആഘോഷത്തോടു കൂടി കല്ലിടുകയും ഒക്കെ ചെയ്തു. പക്ഷെ കല്ലിട്ട് ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് പോലും അവിടെ വീട് വെച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ ടി സിദ്ദിഖ് MLA എന്ന് പറയുന്നത് ഞാൻ വീട് വെച്ച് കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. എനിക്ക് ടി സിദ്ദിഖിനോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഈ പ്രശ്നം പറഞ്ഞത് ഇപ്പോഴല്ലോ, നേരത്തെ അറിഞ്ഞതല്ലേ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇടപെടേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ എന്നുള്ളതാണ്. നിങ്ങൾ വെച്ചു കൊടുക്കാമെന്നല്ല, സ്പോൺസർഷിപ്പിലൂടെ വെച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് ക്രെഡിറ്റ് ഇങ്ങോട്ട് സൗകര്യപൂർവ്വം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ കൂടി ഈ പറഞ്ഞ റീലിനും വീഡിയോകൾക്കും കൂട്ടുനിൽക്കുകയും അതിന്റെ പ്ലാൻ, ഈ പറയുന്ന ശ്രുതിയെ കാണിക്കുന്ന ചിത്രവും അതുപോലെ വീഡിയോകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ആ ശ്രുതി അടക്കമുള്ള നിരവധി ആളുകൾ ഈ പറ്റിക്കപ്പെട്ടതിന്റെ അന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും തന്നെ ഗവൺമെന്റിനോട് പറയുന്നത് ഈ 15 ലക്ഷം രൂപ അങ്ങോട്ട് തിരിച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ വീടുകൾക്ക് ഗവൺമെന്റ് ഇപ്പോൾ കൊടുക്കുന്ന വീടുകൾ കൂടി ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ഗവൺമെന്റിൽ പല ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളും കിട്ടാമെന്ന് പറഞ്ഞിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് നല്ല കണ്ണായ സ്ഥലം ഏറ്റെടുത്ത് അത് വാങ്ങിച്ച് കോടിക്കണക്കിന് രൂപ, ഏതാണ്ട് 50 കോടി രൂപയോളം കൊടുത്ത് അത് വാങ്ങിച്ചിട്ടാണ് ഗവൺമെന്റ് ആ പ്രൊജക്ട് നടപ്പാക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യം, ആ സ്ഥലത്ത് യഥാർത്ഥത്തിൽ 1 സെന്റ് സ്ഥലത്തിന് ഒരു 10 ലക്ഷം രൂപയെങ്കിലും വിലയുണ്ട്, ഒരു 15 ലക്ഷം രൂപ വിലയുണ്ട്. അപ്പൊ 7 സെന്റ് സ്ഥലം ഗവൺമെന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ പറയുന്ന പോലെ നിങ്ങൾ അറിയേണ്ടത് ഒരു 1,05,00,000 രൂപയോളമായി. അപ്പോൾ 1,05,00,000 രൂപയും പ്ലസ് ഒരു 25 ലക്ഷം രൂപയുടെ 20 ലക്ഷം രൂപയുടെ വീടും കൂടി വെച്ച് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു 1,15 കോടി രൂപയുടെ വലിയ അസറ്റുകൾ കയ്യിലേക്ക് കിട്ടുകയാണെന്ന് മനസ്സിലാക്കി, ഞങ്ങൾ ഈ പറയുന്ന പോലെ മറ്റു പലരുടെയും വാഗ്ദാനങ്ങളിൽ പറ്റിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അവരൊക്കെ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പൊ കളക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഏറ്റവും ആദ്യമായി കോൺഗ്രസ് നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്ന, കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള 100ഓളം വീടുകൾ എവിടെ എന്നുള്ള ചോദ്യം ഉയർത്തുന്നത്. ഈ ചോദ്യം ഉയർത്തിയപ്പോഴൊന്നും ഇവരാരും സ്വന്തം പിരിച്ച കണക്കിന്റെ ഒരു കണക്കുകൾ പോലും ഞങ്ങൾ പുറത്തുവിടില്ലെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ചത്താലും കൊന്നാലും ഞങ്ങൾ പുറത്തുവിടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെ എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഏറ്റവും ഒടുവിൽ സഹികെട്ട് ഗത്യന്തരമില്ലാതെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇന്നലെ KPCC പ്രസിഡന്റ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു. ഈ കണക്കുകൾ പുറത്തുവിടുമ്പോൾ അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ ഒരു പ്രൊജക്ട് പൂർത്തിയാക്കിയിട്ട് മാത്രമേ കണക്ക് പുറത്തുവിടൂ എന്നാണ്.
രണ്ടാമത്തെ കാര്യം, KC വേണുഗോപാൽ മീഡിയ വണ്ണിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ പ്രമോദ് രാമനോട് പറഞ്ഞത് ഇത് ധനലക്ഷ്മി ബാങ്കിൽ ഞങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ആ അക്കൗണ്ടിലെ കണക്കുകൾ കൂടി പുറത്തുവിട്ടപ്പോൾ ചോദ്യങ്ങളും സംശയങ്ങളും ദുരൂഹതകളും ബാക്കിയാണ് എന്ന് പറയാതെ വയ്യ. യഥാർത്ഥത്തിൽ ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സ്വരാജ് ഉന്നയിച്ചിട്ടുള്ള വലിയൊരു ആരോപണമുണ്ട്, ശവം തൂക്കികൾ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ശവത്തിന്റെ കയ്യിൽ നിന്ന് ഒരിക്കൽ പോലും സാധാരണ കള്ളന്മാരായിട്ടുള്ള ആളുകൾ പോലും ഒന്നും മോഷ്ടിക്കാറില്ല. പക്ഷെ അത്തരത്തിൽ മോഷ്ടിക്കുന്ന കള്ളന്മാരെ വളരെ മോശക്കാരായിട്ടാണ് കള്ളന്മാർ പോലും കാണുന്നത്. കാരണം അവരുടെ എത്തിക്സിനും ധാർമ്മികതയ്ക്ക് പോലും നിരക്കുന്നതല്ല അതെന്നും, അത്തരത്തിലുള്ള ആളുകളെ കള്ളന്മാരുടെ ഇടയിൽ പോലും വിളിക്കുന്നത് ശവം തൂക്കികളാണെന്നും, അത്തരത്തിൽ ശവം തൂക്കി കോൺഗ്രസ് ആണെന്നും പറയുന്ന വലിയ ആരോപണം ഉന്നയിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഏറ്റവും ഒടുവിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്ത് ചെയ്തിരിക്കുന്നു, ആ കണക്കുകൾ പുറത്തുവിട്ടു. കണക്കുകൾ പുറത്തുവിടുമ്പോൾ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു നോട്ടീസിന്റെ പുറകിൽ എഴുതിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു കണക്കുകളാണ് പുറത്തുവിട്ടത്. ആ കണക്കുകളിൽ തന്നെ അടിമുടി ദുരൂഹതയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കഴിഞ്ഞ തവണ ഈ പറഞ്ഞ DYFI എന്ന് പറയുന്ന ഒരു സംഘടന പിരിവ് നടത്തിയപ്പോൾ അവർ പിരിച്ചെടുത്തത് 20,40,00,000 രൂപയോളമാണ്. അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടത്, അവർ കോട്ടയത്ത് നിന്ന് മാത്രം പിരിച്ചത് 1,05,00,000 രൂപയാണെന്ന് നിങ്ങൾ അറിയണം. അത് പിരിച്ചതല്ല, അവരുടെ ആളുകൾ പണിയെടുത്തും അതുപോലെ ആക്രി കച്ചവടം നടത്തിയും അതുപോലെ ബിരിയാണി ചലഞ്ചുകൾ നടത്തിയും ഒക്കെ സമാഹരിച്ച തുകയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന CM ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് കൈമാറിയത്. അതേസമയം കോൺഗ്രസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് CM ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക്, വയനാടിന്റെ പുനരധിവാസ ഫണ്ടിലേക്ക് നമ്മൾ പണമൊന്നും കൊടുക്കരുത്, കാരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്, പകരം നമ്മൾ എന്ത് ചെയ്തോളാം, അതൊക്കെ അവരടിച്ചു മാറ്റും, നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ചെയ്യുമെന്നാണ്. അന്ന് തന്നെ ഞാൻ യഥാർത്ഥത്തിൽ ഒരു ചാനലിൽ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എന്തിനാണ് കോൺഗ്രസ് ഇത്ര വലിയ റിസ്ക് എടുക്കുന്നത്. ഞാനടക്കമുള്ള ആളുകൾ പിണറായി വിജയനെ എതിർത്തോണ്ടിരുന്ന സമയമാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ആരും ഈ പറഞ്ഞ പോലെ CM ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് പണം കൊടുക്കാതിരിക്കരുത്. അതിന് പ്രധാനപ്പെട്ട കാര്യം CM-ന്റെ ആണത്, അല്ലാതെ കേരള മുഖ്യമന്ത്രിയുടെ ആണ്, അല്ലാതെ പിണറായി വിജയന്റെ അല്ല. മുഖ്യമന്ത്രിമാർ മാറി മാറി വരും, പക്ഷെ അവർക്കാണെങ്കിലും നമ്മൾ പണം കൊടുക്കേണ്ടത് കൂടുതൽ അക്കൗണ്ടബിലിറ്റി ഉള്ള, നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിലേക്ക് ആയിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കടക്കം തെറ്റുപറ്റി. കോൺഗ്രസിലെ ആളുകൾ കുറെ കൂടി ബുദ്ധിമാന്മാരാണ്. കാരണം അവർക്കറിയാവുന്ന ഒരു കാര്യം, ഇത്തരത്തിലൊരു ഫണ്ട് പിരിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് എന്തെങ്കിലും അടിച്ചുമാറ്റൽ നടക്കുള്ളൂ. അല്ലാതെ ഫണ്ട് മുഴുവൻ എടുത്ത് ഈ പറയുന്ന പോലെ CM-ന്റെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കൈയിട്ട് വരാനുള്ള ഓപ്ഷനുകളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അവരാണ് കൃത്യമായിട്ട് ഈ ഫണ്ട് പിരിവിന് നേതൃത്വം കൊടുത്തത്. ഈ ഫണ്ടിന്റെ കണക്കുകൾ ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. 5,38,00,000 രൂപയാണ് അവരാകെ പിരിഞ്ഞു കിട്ടിയത് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും വലിയ വിചിത്രമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് 36,72,00,000 രൂപ 50,277 രൂപയാണ് മുസ്ലിം ലീഗ് പോലൊരു സംഘടന പിരിച്ചെടുത്തിട്ടുള്ളത്. പക്ഷെ അപ്പോഴാണ് ഞങ്ങൾക്ക് കേവലം 5,38,00,000 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും വലിയ അടുത്ത തമാശ എന്ന് പറയുന്നത് 1,05,00,000 രൂപയോളം യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് കൂടി പിരിച്ചു തന്നതാണ് എന്നുള്ളത് കൂടി നമ്മൾ അറിയണം. എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇവർ ഈ കണക്ക് വിടാനായിട്ട് ഒരുപാട് വൈകി, വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് കണക്ക് പുറത്തുവിട്ടത്. ഈ കണക്കിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ കോൺഗ്രസിന്റെയും അതുപോലെ UDF-ന്റെയും ഒക്കെ നേതാക്കന്മാർ വളരെ അസ്വസ്ഥരായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ. VD സതീശൻ അടക്കമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പലവട്ടം ഈ ചോദ്യം വരുമ്പോൾ തന്നെ അദ്ദേഹം ക്ഷുഭിതനാകുന്നതും അസ്വസ്ഥനാകുന്നതും വലിയ തോതിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ ചൂടാകുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ആപ്പ് വഴിയാണ് പണം പിരിച്ചത്. ഈ ആപ്പിന് വേണ്ടി 9,30,000 രൂപ മുടക്കി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ 9,30,000 രൂപ ഇവർ മുടക്കിയതിന് ശേഷം ഇവർ പറയുന്നത്, VD സതീശൻ ഒരിക്കൽ പറയുന്നു, ഞങ്ങൾ ആവശ്യത്തിനുള്ള പണം പിരിച്ചു, ആ പണം പിരിച്ചതിന് ശേഷം ഞങ്ങൾ ആപ്പ് അങ്ങോട്ട് കളഞ്ഞു എന്നാണ്. ഈ ആപ്പ് എത്ര കളഞ്ഞാലും എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഒന്ന്, ആപ്പ് അങ്ങനെ ആരും കളയില്ല, കാരണം എന്താ വെച്ചാൽ അത് ആവശ്യത്തിനുള്ള പണം പിരിച്ചു കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആപ്പ് കളഞ്ഞാൽ പോലും ആ ആപ്പിൽ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ട്രാൻസാക്ഷൻ എത്രയാണ്, എമൗണ്ട് എത്രയാണ് എന്നുള്ളതൊന്ന് സ്ക്രീൻഷോട്ടെങ്കിലും എടുത്തു വെക്കാതിരിക്കുമോ? യഥാർത്ഥത്തിൽ ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടിൽ പറയുന്നൊരു കാര്യം, 54,49,72,056 രൂപ ഇവർ പിരിച്ചിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല അത് ശരിയാണോ എന്നുള്ളത്, വരും നാളുകൾ അത് തെളിയിക്കട്ടെ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, DCC പ്രസിഡന്റുമാരെ ആയിട്ടുള്ള VS ജോയി അടക്കമുള്ള ആളുകൾ ഇട്ടേക്കുന്ന ലിസ്റ്റിൽ ഏതാണ്ട് 55 ലക്ഷം രൂപ വരും. ഇത്തരത്തിൽ പല സംഘടനകളുടെ ആളുകളും പല ഈ പറഞ്ഞ DCC പ്രസിഡന്റുമാരും ഒക്കെ സ്വന്തം ഫേസ്ബുക്കിന്റെ വാളിൽ എഴുതിയിട്ടുള്ള കുറിപ്പുകളിൽ ആളുകൾ സംഭാവന തന്നിട്ടുണ്ട് എന്ന് പറയുന്ന എമൗണ്ടുകളൊക്കെ തന്നെ കൂട്ടു നോക്കിയാൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ വന്നേക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നെ കൂടാതെ ഈ കണക്കിൽ തന്നെ നിരവധി പൊരുത്തക്കേടുകളാണ്. എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ 97 ലക്ഷം രൂപ കൂടുതൽ ഇട്ടുകൊണ്ട്, അതായത് KPCCയുടെ കയ്യിലുള്ള പണം കൂടി ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ സ്ഥലം വാങ്ങിയേക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ തന്നെ എത്രത്തോളം അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ സംശയിക്കാതെ വയ്യ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മേടിച്ചേക്കുന്ന സ്ഥലമാണ് അടുത്തത്. 1 സെന്റ് സ്ഥലത്തിന് ഏതാണ്ട് 1 ലക്ഷം രൂപ വരും എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ കണക്കിൽ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ
ആ സ്ഥലം കണ്ടിട്ടുള്ള ആളുകൾ പറയുന്നത് കൂടി വന്നാൽ അതൊരു 40,000 രൂപ സെന്റിന് കിട്ടുന്ന സ്ഥലമാണ്. കൂടാതെ ഇത്രയും വലിയ സ്ഥലം ഒരുമിച്ചെടുക്കുമ്പോൾ അതൊരു 30,000 രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോലും കമ്മീഷൻ ആരൊക്കെയോ കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന സംശയങ്ങളാണ് കൃത്യമായി പുറത്തേക്ക് വരുന്നത്. കൂടാതെ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ആവശ്യത്തിന് പണം പിരിച്ചു അതുകൊണ്ട് അത് ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് വീട് പണിയാൻ പണമില്ല, സ്ഥലം മേടിക്കാനുള്ള പണം പോലും തികഞ്ഞില്ല എന്നുള്ളതാണ്. എന്നിട്ടും വി ഡി സതീശൻ കഴിഞ്ഞ ആഴ്ച ഇരുന്ന് പറഞ്ഞത് അവിടെ വീട് പണി തുടങ്ങിയല്ലോ എന്നുള്ളതാണ്. എന്തൊക്കെ അസംബന്ധ നാടകങ്ങളാണ് കോൺഗ്രസ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ശവം തൂക്കിക്കളന്ന് വിളിച്ച എം സ്വരാജിനെ ഇനി ഒരു കാരണവശാലും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ചില വീടുകൾ നിർമ്മിച്ചു കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, ഈ കണക്കുകളിൽ മേൽ നിങ്ങൾ എന്തിനെയോ ഭയക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നിങ്ങളെ കാണുന്ന നിങ്ങളുടെ മറുപടികൾ കേൾക്കുന്ന ആർക്കും തന്നെ മനസ്സിലാവും എന്നുള്ളത് ഞാൻ പറഞ്ഞു നോക്കട്ടെ. പാവപ്പെട്ട സണ്ണി ജോസഫ് സാർ ഒന്നും കാശടിച്ച് മാറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ പേരാവൂരിൽ അദ്ദേഹം തോക്കാൻ വരെ ഈ സംഭവം ഇടയാക്കിയേക്കും എന്ന് പറയുന്ന ഒരു ഭയം എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ കൈകളും അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ പോലും ആ കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് കാണാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഇത് യഥാർത്ഥത്തിൽ വയനാട് ഫണ്ടിന്റെ കാര്യത്തിൽ മാത്രം സംഭവിച്ചൊരു കാര്യമില്ല. നിങ്ങൾ അറിയേണ്ടത് കരുണാകരന് വേണ്ടി സ്മൃതിപത്രം നിർമ്മിക്കാൻ ഫണ്ട് പിരിച്ചു, എവിടെയെന്നറിയില്ല. അതിന്റെ പുറത്ത് വലിയ തോതിലുള്ള അഴിമതി നടന്നിരുന്നു എന്ന് കേൾക്കുന്നു. ഇതുപോലെ പനമ്പള്ളി ഗോവിന്ദമേനോന്റെ സ്മാരകം നിർമ്മിക്കാൻ വേണ്ടി ഇതുപോലെ ഫണ്ട് പിരിച്ചു, എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇതെല്ലാം പോട്ടെ, 2018 കേരളം നടുങ്ങിപ്പോയൊരു പ്രളയത്തിൽ ഇവർ നൽകിയ ഒരു വാഗ്ദാനമുണ്ട് കോൺഗ്രസ്. അന്ന് എം എം ഹസൻ പറഞ്ഞത് 1000 വീടുകൾ ഞങ്ങൾ വെച്ചു കൊടുക്കുമെന്നാണ്. 1000 വീടുകൾ വെച്ചു കൊടുക്കാൻ ഇവർ ഇതുപോലെ പണം പിരിച്ചിരുന്നു. പണം പിരിച്ചതിന് ശേഷം പിന്നീട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്നപ്പോൾ പറഞ്ഞത് 1000 ഒന്നും പറ്റില്ല, പക്ഷെ ഞങ്ങൾ 500 വീടുകൾ വെച്ചു കൊടുക്കുമെന്നാണ്. ഏറ്റവും ഒടുവിൽ ഒരു വീട് പോലും വെച്ചു കൊടുത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇത്തരത്തിൽ പണം എന്ത് ചെയ്യുക, പിടുങ്ങുക, പണം പിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അടിച്ചു മാറ്റുക എന്നുള്ളത് ഒരു ശീലമായി കോൺഗ്രസ് മാറ്റിയിരിക്കുന്നു. കോൺഗ്രസിന്റെ ക്രെഡിബിലിറ്റി അങ്ങേയറ്റം തകർന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ക്രെഡിബിലിറ്റിക്ക് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിങ്ങളെ തോൽപ്പിക്കാൻ പോകുന്ന കരുത്തുണ്ട് എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. ഒരു പക്ഷേ ഞാൻ പറയുന്നത് കോൺഗ്രസ് ഉപദേശിക്കുന്നത് ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഏറ്റവും കുറഞ്ഞ പക്ഷം ഇത്തരത്തിലുള്ള ഒരു കണക്കായിരുന്നില്ല, കണക്ക് നേരത്തെ പുറത്തു വിടേണ്ടതായിരുന്നു. പക്ഷെ അത് പുറത്തു വിടാതിരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചു. ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ സമ്മർദ്ദം കൂടിയപ്പോൾ, ശവം തൂക്കികളെന്ന് വിളി കേട്ടപ്പോൾ നിങ്ങൾക്ക് അത് പുറത്തു വിടേണ്ടി വന്നു. രാജു പി നായരെ പോലെയുള്ള ആളുകൾ ചർച്ചയ്ക്കിരുന്ന് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തു, കയ്യും കെട്ടിയിരുന്ന് മിണ്ടാതിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ സ്വന്തം കാലയിൽ വെടിവെക്കുന്നത് ഞാൻ കണ്ടു. അത് CPM സെൻട്രൽ കമ്മിറ്റി പിരിച്ചതിന്റെ കണക്ക് ചോദിച്ചുകൊണ്ടാണ്. കണക്ക് ചോദിച്ച് കറക്റ്റ് 20ാമത്തെ മിനിറ്റിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഞങ്ങൾ പിരിച്ചത് 92,99,000 രൂപയാണെന്നും അത് 2 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് പണം CMDRFിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നുള്ള കണക്കുകൾ അവർ പുറത്തുവിട്ടു. അന്ന് തന്നെ ഞാൻ വിചാരിച്ചു ഇനിയും കോൺഗ്രസിന് കണക്കുകൾ പുറത്തുവിടാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് 15 ലക്ഷം രൂപ മേടിച്ച് ഞങ്ങൾക്ക് ഈ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയ ആളുകളോട് നിങ്ങൾ എന്ത് മറുപടി പറയുമെന്നുള്ളതാണ്. വയനാട് കളക്ടറേറ്റിൽ കളക്ടറുടെ മുമ്പിൽ ആളുകൾ ചെന്നിരുന്ന് കരയുകയാണ്. ഞങ്ങളുടെ കയ്യിലുണ്ടായ പണം ചെലവഴിച്ചു പോയി, പക്ഷെ ഞങ്ങൾക്ക് വീട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. ഈ കരച്ചിലിന് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ വിജയത്തെ തകർക്കാൻ കഴിയുന്ന, നിങ്ങളെ കൊലപ്പെടുത്താൻ കഴിയുന്ന, കോൺഗ്രസിന്റെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ സാധ്യതകളെ കൊലപ്പെടുത്താൻ കഴിയുന്ന കരുത്തുണ്ട് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ, നിങ്ങൾ തിരുത്താൻ ഇനിയും തയ്യാറല്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യും, ചരിത്രത്തിന്റെ ഭാഗമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു തമാശ കൂടിയുണ്ട്. അത് ഞങ്ങൾ ഇനി പിരിക്കുന്നില്ല, പകരം എന്ത് ചെയ്യും, ഞങ്ങൾ KPCCയും അതുപോലെ തന്നെ AICCയും പണം തന്ന് എന്ത് ചെയ്യും, വീട് പണിയുമെന്നാണ് പറഞ്ഞേക്കണം. എന്ന് പറഞ്ഞാൽ KPCCയുടെ കുറെ നേതാക്കന്മാരൊക്കെ കൂടി നാളെ വാർക്കപ്പണിക്കോ അല്ലെങ്കിൽ കൃഷിപ്പണിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും പണിക്കോ പോയിട്ട് ആ പണമെടുത്ത് കൊണ്ടുവന്ന് കാശ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പണിയുമെന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ഈ പറയുന്ന പോലെ ഈ പണത്തിന്റെ മുമ്പിൽ അടയിരുന്ന, പണത്തിന്റെ മുകളിൽ അടയിരുന്ന ആളുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കഷ്ടമെന്ന് മാത്രമാണ്. ഇതൊന്നും വിശ്വസിക്കാൻ ഇവിടെ ജനം തയ്യാറാവില്ല. ഇനി അടുത്തത്, ഇതിന്റെ പുറത്ത് CPM ഇപ്പോഴേ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ഒരിക്കലും വിശ്വാസയോഗ്യമല്ല, വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് മറുപടി പറയും? ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില മാധ്യമങ്ങൾ, ഉദാഹരണത്തിന് ഏഷ്യാനെറ്റും മീഡിയ വണ്ണും ഒക്കെ ക്ലാരിറ്റി ഇല്ല കണക്കിൽ എന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് DYFIയുടെ കണക്കിൽ ക്ലാരിറ്റി വേണം, അവർക്ക് പൂരാളുകളിൽ കൊടുത്തിട്ടുള്ളതിൽ ക്ലാരിറ്റി വേണം എന്നുള്ളതൊക്കെയാണ്. നമ്മൾ ഇവിടെ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ. ചില പൂരാളുകൾ സൊസൈറ്റി കൊടുത്തിട്ടുള്ള കണക്കിൽ ചിലപ്പോൾ ഒരു 10-20% അവർ ചിലപ്പോൾ കൂടുതൽ കാശ് എടുക്കുന്നുണ്ടാവും. അത് ഇവിടുത്തെ സിവിൽ വർക്കുകളും കോൺട്രാക്ട് വർക്കുകളും ഒക്കെ കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കിട്ടുന്ന കാശിൽ നിന്ന് 1 രൂപ പോലും മുടക്കാതെ അത് മുഴുവൻ ഈ പറഞ്ഞ പോലെ വിഴുങ്ങുന്ന പരിപാടി കോൺഗ്രസ് ഇനിയെങ്കിലും നിർത്തിയില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കൽ
അങ്ങേയറ്റം ഈ പറയുന്ന പോലെ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കുമെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കണം. നിങ്ങൾ സത്യത്തിൽ 2026 ഈസിലി ജയിക്കാവുന്ന ഒരു മരത്തിൽ കയറിയിരുന്ന് ഈ പറഞ്ഞ പോലെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് വയനാട് ഫണ്ടിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളത് എന്നാണ് എനിക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്താറുള്ളത്. ഇത്തരത്തിലുള്ള ശവന്തൂക്കികൾക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുമോ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്.